നമസ്കാരം, നേരിലേക്ക് സ്വാഗതം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം ഉരുൾപൊട്ടലിന്റെ കാരണങ്ങൾ സംബന്ധിച്ച് വിവാദങ്ങൾ നടക്കുകയാണ്. സമാനമായ വിവാദങ്ങൾ മൂന്നാറിലെ പെട്ടിമുടി ദുരന്തത്തിന്റെ സമയത്തും വിവിധ വാദമുഖങ്ങൾ ഉയർത്തി പലരും രംഗത്തു വന്നിരുന്നു. വയനാട്ടിലും പെട്ടിമുടിയിലെയും വാദമുഖങ്ങൾ ഒന്നു തന്നെയായിരുന്നു. അനധികൃത നിർമ്മാണവും കരിങ്കൽ ഖനനവും ഭൂമി കയ്യേറ്റവുമാണ് ദുരന്തത്തിന് കാരണമായതെന്നാണ് ഒരു കൂട്ടം ആളുകൾ പ്രചരിപ്പിച്ചത്. എന്നാൽ ദുരന്തങ്ങളുടെ പ്രഭവ കേന്ദ്രങ്ങളിൽ മനുഷ്യ ഇടപെടലുകൾ ഒരിക്കൽ പോലും ഉണ്ടാക്കാത്ത പ്രദേശമാണ് എന്ന് തെളിഞ്ഞതോടെ വിവാദങ്ങളുമായി വന്ന ആളുകൾ അല്പം ഒന്ന് അടങ്ങി. എന്നാലും കിട്ടുന്ന അവസരങ്ങളിൽ അവർ ഇരകളെ തന്നെ ആക്രമിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു. വയനാട്ടിലെ ദുരന്തത്തിന് ശേഷം ദുരന്തത്തിന് ഇരയായ കർഷകരെയും സംസ്ഥാന സർക്കാരിനെയും പഴിച്ച് ആദ്യം രംഗത്ത് വന്നത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി. വയനാട്ടിലെ അനധികൃത ഖനനവും കുടിയേറ്റവുമാണ് ദുരന്തത്തിന് കാരണമെന്നാണ് കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തിയത്. ഭൂമി കയ്യേറാൻ രാഷ്ട്രീയ നേതാക്കൾ കൂട്ടുനിൽക്കുകയാണ്. മേഖലയുടെ സംരക്ഷണത്തിന് സംസ്ഥാനം പദ്ധതി തയ്യാറാക്കണം. കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയെ കേരളം അവഗണിക്കുകയാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. മന്ത്രി രാജ്യസഭയിലും തൻ്റെ നിലപാട് ആവർത്തിക്കുകയുണ്ടായി. എന്നാൽ ദുരന്തത്തിന് കാരണം പ്രദേശത്ത് പെയ്ത അസാധാരണമായ കനത്ത മഴയാണെന്നും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയതോടെയാണ് മന്ത്രിയും കൂട്ടരും തൽക്കാലം നാവടക്കിയത്. വയനാട്ടിൽ ഞാൻ കണ്ടത് ഉരുള് പൊട്ടിയത് കാട്ടിൽ നല്ല നല്ല നിബിഡമായ വനത്തിലാണ് ഉരുള് പൊട്ടിയത്. പക്ഷെ ആ പൊട്ടിയ സ്ഥാനത്തിന് പൊട്ടാൻ സാധ്യതയുള്ള ഒരു പ്രദേശമായിരുന്നു. അവിടെ ഇതിനു മുമ്പ് പൊട്ടിയിട്ടുണ്ട്. ഇപ്പം വന്നതെന്ന് പറഞ്ഞാൽ നല്ല ഇപ്പൊ 2 ദിവസം കൊണ്ട് 570 മില്ലിമീറ്റർ മഴ എന്ന് പറഞ്ഞാൽ 57 സെന്റിമീറ്റർ അതിശക്തമായ മഴയാണ്. ഒരു മേഘസ്ഫോടനത്തിൽ തുല്യമായിട്ടുള്ള മഴയാണ് അവിടെ പെയ്തത്. അപ്പൊ പെയ്തപ്പോ ഈ വലിയ ജലുവുള്ള പ്രദേശത്തുള്ള മണ്ണും അതിനകത്തുള്ള മരവും എല്ലാം ഒഴിച്ച് താഴോട്ട് വന്നു. പക്ഷെ അവിടെ ഇത്രയും വലിയ ദുരന്തം ഉണ്ടായത് എന്തോന്ന് ചോദിച്ചാൽ ഈ വന്ന സാധനം ഈ ചെറിയ ഒരു ആറാണ്, പക്ഷെ വലിയ തോടെന്ന് നമുക്ക് പറയാം. അതിന്റെ ചില ഭാഗങ്ങളിൽ ഈ കല്ലുകൊണ്ട് നാരോ ഗോർജ് പോലാണ്. വലിയ എന്താ പറയാ, ഞാൻ മലയാളത്തിൽ എന്താ പേര് പറയും, വലിയ ഈ വീതി ഉണ്ടെങ്കിൽ ചില ഭാഗം വീതി കുറഞ്ഞു വലിയ പോലെ ഒരു ഇടുക്കമുള്ള സ്ഥലമാണ്. അവിടെ ഞാൻ സൂക്ഷ്മമായിട്ട് നോക്കി, ഈ ഇടുക്കമുള്ള സ്ഥലത്ത് ഈ മരവും കല്ലും കൂടെ വന്ന് തിങ്ങി നിന്ന് വെള്ളം അങ്ങ് പൊങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഇടുക്കമുള്ള പ്രദേശത്തിന്റെ അപ്സ്ലോപ്പ് സൈഡ് വെള്ളം വരുന്ന ആ ഭാഗം നോക്കുമെങ്കിൽ വെള്ളം ഏതാണ്ട് ഒരു 30 മീറ്ററോളം ഉയരത്തിൽ പൊങ്ങിയ പാടുണ്ട്. എന്നാൽ ഇടുക്കിയുടെ താഴത്ത് വന്നാൽ അതൊരു 10 മീറ്റർ ആയിട്ടൊക്കെ കുറയും. ബാങ്കിൽ നിന്ന് ബാങ്ക് 10 മീറ്റർ ആയിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഒരു ഡാം പോലെ ഒരു സാധനം ഉണ്ടായി. അത് പിന്നെ അങ്ങ് പൊട്ടിത്തെറിച്ച് പൊട്ടി ആണ് ഈ വെള്ളം ഒഴുകി വന്ന് ഇരിക്കുന്നത്. വയനാട് മേഖലയിൽ കർഷകർ നടത്തിയ അശാസ്ത്രീയമായ നിർമ്മാണവും പ്രദേശത്ത് നിറയെ കരിങ്കൽ കോറികളുണ്ടെന്നും പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള റിസോർട്ടുകൾ പരിസ്ഥിതി നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ടെന്നും വ്യാപകമായ പ്രചരണം കേന്ദ്രമന്ത്രി പോലും നടത്തി. എന്നാൽ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പരിസ്ഥിതിവാദികളുടെ കുപ്രചരണത്തിന്റെയും കേന്ദ്രമന്ത്രിയുടെ ആരോപണങ്ങളുടെയും മുലിയൊടിച്ചു. ഇപ്പോൾ ഈ ദുരന്തം എന്ന് പറയുന്നത് അനേകം മനുഷ്യരുടെ ജീവനെടുത്ത ഒരു ദുരന്തമാണ്. അതിലുമേറെ പേരുടെ ജീവിതത്തെ വല്ലാത്തൊരു അസന്ദിഗ്ധതയിലേക്ക് തള്ളിവിട്ട ദുരന്തവുമാണിത്. ഒരു പ്രദേശത്തെ നാമാവശേഷമാക്കിയ ദുരന്തവുമാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു മാനസികാഘാതത്തിൽ നിന്ന് അവിടെയുള്ളവർ മാത്രമല്ല, നമ്മുടെ നാടാകെ, കേരളമാകെ ഇപ്പോഴും മോചിതരായിട്ടില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇതുപോലൊരു ദുരന്തം ഇനിയും ആവർത്തിക്കാതിരിക്കാൻ കൂട്ടായ ആലോചനയിലൂടെ, ശാസ്ത്രീയമായ സമീപനത്തിലൂടെ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. ഇപ്പോൾ ഈ ദുരന്തം നടന്ന സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാധാരണഗതിയിലൊരു സമതലമായ പ്രദേശമാണ്. അവിടെ ആരും ദുരന്തം പ്രതീക്ഷിക്കുന്നില്ല. 6 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. അതതിൻ്റെ എല്ലാ ശക്തിയോടും കൂടി വന്നിടിച്ചപ്പോൾ ഈ പാവങ്ങൾ കെട്ടിപ്പടുത്തതല്ല അതിൻ്റെ മണ്ണിനടിയിലായി പോവുകയാണ് ചെയ്തത്. അവരും മണ്ണിലടിയിലാവുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും
നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത കാര്യമാണല്ലോ. അപ്പോൾ ഇത്തരമൊരു ഘട്ടത്തിൽ ആഴത്തിലുള്ള ചിന്തകൾക്കും കൂട്ടായ പരിശ്രമങ്ങൾക്കുമുള്ള ഒരു ഘട്ടമാണിത് എന്നാണ് നാം എല്ലാവരും തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഇത്തരമൊരു ഘട്ടത്തെ വലിയ സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി പൊതുവേ ഇല്ല, പക്ഷെ ചിലരെങ്കിലും ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. അക്കൂട്ടത്തിൽ ജനങ്ങളെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്വമുള്ളവർ തന്നെ ഉൾപ്പെടുന്നു എന്നത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിൻ്റെ പ്രസ്താവന നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒന്നായിപ്പോയി. പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ ഒത്താശയോടെ നടക്കുന്ന അനധികൃത മനുഷ്യവാസവും ഭൂമി കയ്യേറ്റവും അനധികൃത ഖനനവും ഒക്കെയാണ് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊരു ദുരാരോപണമാണ് കേട്ടോ. ഇത്തരമൊരു ദുരാരോപണത്തിലൂടെ ദുരന്തത്തിനിരയായ മനുഷ്യരെ അവമാനിക്കുകയാണ് ചെയ്യുന്നത്. ആ ഹതഭാഗ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടല്ലോ കുറേ പേരുടെ. അവരെ ഈ രീതിയിൽ അവമാനിക്കാൻ പാടില്ല. അനധികൃത കുടിയേറ്റക്കാർ അത് ഈ ദുരന്തത്തിൽ മണ്ണടിഞ്ഞു പോയ ആ പാവപ്പെട്ടവരാരെങ്കിലും അനധികൃത കുടിയേറ്റക്കാരാണോ? അവിടുത്തെ പാവപ്പെട്ട എസ്റ്റേറ്റ് തൊഴിലാളി അനധികൃത കുടിയേറ്റക്കാരാണോ? ആ ഭൂമി അവരുടെ സമ്പാദ്യത്തിൻ്റെ ഭാഗമായി സമ്പാദിച്ച ചെറിയ തുണ്ട് ഭൂമിയാണ്. അവിടെ ജീവിച്ച അവർ ആരെങ്കിലും അനധികൃത കുടിയേറ്റക്കാരാണോ? ആ പ്രദേശത്തെക്കുറിച്ച്, നമ്മുടെ കേരളത്തിൻ്റെ മലയോര മേഖലയെക്കുറിച്ച് ചെറിയൊരു ധാരണയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ജീവിക്കുന്ന മനുഷ്യരെ അനധികൃത കുടിയേറ്റക്കാരായി മുദ്രകുത്താൻ കഴിയുമോ? കേരളത്തിലെ മലയോര മേഖലയിലുള്ള കുടിയേറ്റത്തിന് യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ദുഷ്കരമായ സാഹചര്യങ്ങളോട് മല്ലിട്ട് അവർ പടുത്തുയർത്തിയ ജീവിതത്തിനും സംസ്കാരത്തിനും സുദീർഘമായ ചരിത്രവുമുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ലാതെ ഈ മലയോര ജനതയെ ആകെ കുടിയേറ്റക്കാരെന്ന ഒരൊറ്റ അച്ചിൽ ഒതുക്കുന്ന പ്രചരണങ്ങൾക്ക് ഉത്തരവാദപ്പെട്ട കേന്ദ്രമന്ത്രി തയ്യാറാകുന്നത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞാൽ ഔചിത്യമല്ല. അനധികൃത ഖനനം നടന്നതിനാലാണ് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിചിത്രമായ വാദം. പക്ഷേ നാം കാണേണ്ട ഒരു വസ്തുത, ഈ മുണ്ടക്കൈ ലാൻഡ് സ്ലൈഡ് ഏരിയയിൽ നിന്നും ഏറ്റവും അടുത്ത കോറിയിലേക്കുള്ള ദൂരം 10.2 കിലോമീറ്ററാണ്. ഇതാണ് സത്യമെന്നിരിക്കെ എന്തിനാണ് കേന്ദ്രമന്ത്രി തെറ്റായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്? വാദമുഖങ്ങൾ അങ്ങനെ അങ്ങ് തുടരട്ടെ, ഇതെല്ലാം പതിവുള്ളതാണല്ലോ. എന്നാൽ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നാം പരിശോധിക്കേണ്ടതല്ലേ? മാത്രമല്ല, കേരളത്തെ ഗ്രസിക്കുന്ന നിരവധി പേരുടെ ജീവനെടുത്തിട്ടുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുടെ ലക്ഷ്യം എന്താണ് എന്ന് നാം അന്വേഷിക്കേണ്ടതല്ലേ? ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വിവാദം ഉണ്ടാക്കുന്നതിന് പിന്നിൽ പരിസ്ഥിതി സ്നേഹമാണോ അതോ പണസ്നേഹമാണോ ഇവർ ലക്ഷ്യം വെക്കുന്നത്? കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾക്ക് കാരണം ആഗോള താപനമെന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ. ആരാണ് ഈ ആഗോള താപനം ഉണ്ടാക്കുന്നവർ? ആഗോള താപനം ഉണ്ടാക്കുന്നത് ലോകത്തിലെ വികസിത രാജ്യങ്ങളും അവിടുത്തെ സാമ്പത്തിക ശക്തികളുമാണ് എന്ന് എല്ലാവർക്കും അറിയാം. മലിനീകരണത്തിന്റെ ഫലമായി ആഗോള താപനത്തിന്റെ തോത് വർദ്ധിക്കുകയും അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് മുതലായ ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഭൂമിയിൽ കാർബൺ ഡയോക്സൈഡ് പോലെയുള്ള ഹരിതഗ്രഹ വാതകങ്ങളെ വലിച്ചെടുത്ത് 90% ഓക്സിജൻ പ്രദാനം ചെയ്യുന്നത് കടലുകളാണ്.
അണുസ്ഫോടനങ്ങളും വ്യാവസായിക മലിനീകരണവും മൂലം നമ്മുടെ സമുദ്രങ്ങൾ മാലിന്യ കൂമ്പാരമായതോടെ കടലിൻ്റെ ഊഷ്മാവ് വർദ്ധിക്കുകയും കടൽ വെള്ളം ഉയർന്ന തോതിൽ ബാഷ്പീകരിക്കപ്പെടുകയും ചെയ്തതുമൂലം കരമണ്ഡലം അതിതീവ്ര കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാവുകയാണ്. ആഗോള താപനത്തിന്റെ ഫലമായിട്ട്, അതായത് നമ്മൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന രണ്ട് തരത്തിലാണ് സമുദ്രങ്ങൾ കാലാവസ്ഥാ വ്യൂഹത്തെ ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് ഒരു ബഫറായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ ടോട്ടൽ ആ ഒരു ഉപരിതലത്തിന്റെ, ഭൂമിയുടെ ഉപരിതലത്തിന്റെ ടോട്ടൽ മാസിന്റെ 90% വെള്ളമായിട്ടുള്ള സമുദ്രങ്ങളിലാണ്. അപ്പം അവിടെ സംഭവിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഒരു അന്തരീക്ഷം ചൂടാകുന്ന, അല്ലെങ്കിൽ ആഗോള താപനത്തിന്റെ ഫലമായിട്ട് നമ്മൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് കടന്ന ഹരിതഗൃഹവാതങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് മാനുഷിക പ്രവർത്തനങ്ങളിലൂടെ പുറന്തള്ളുന്നുണ്ട്. അപ്പോൾ ഇത് കൂടുതലും സംഭവിക്കുന്നത് വ്യാവസായിക വിപ്ലവത്തിന് ശേഷം മൂലധന അധിഷ്ഠിതമായിട്ടുള്ള ഒരു വ്യാവസായിക ക്രമത്തിലേക്ക് ലോകം മാറി അതിൽ മൂലധന അധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ കുത്തക മുതലാളിത്ത രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളാണ് ഇത് 1860 തൊട്ട് പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അധികമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന അധിക താപനം, അതാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഹീറ്റ് ട്രാപ്പ് ചെയ്യപ്പെടും, അതാണ് ഗ്ലോബൽ വാർമിംഗ്. ഈ താപത്തിന്റെ 90% ആഗിരണം ചെയ്യപ്പെടുന്നത് നമ്മുടെ സമുദ്രങ്ങളിലാണ്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രങ്ങളിലാണ് മുമ്പേ സൂചിപ്പിച്ച പോലെ ഈ ടോട്ടൽ മാസിന്റെ 90% ഉള്ളതുകൊണ്ട് അധിക താപനവും ആഗിരണം ചെയ്യപ്പെടുന്നത് സമുദ്രങ്ങളിലാണ്. അത് രണ്ട് കാരണമുണ്ട്. മാസ് കൂടുതലാണ്, അതോടൊപ്പം തന്നെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. 1 ഗ്രാം വെള്ളം ചൂടാക്കുന്നതിന് 4 മടങ്ങ് കൂടുതൽ എനർജി നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതേസമയം ഒരു ഗ്രാം അറ്റ്മോസ്ഫിയർ ചൂടാക്കുന്നതിന് അല്ലെങ്കിൽ ലാൻഡ് ചൂടാക്കുന്നതിന് അത്രയും എനർജി കൊടുക്കേണ്ട. അപ്പോൾ ഈ ചൂടാക്കാൻ എടുക്കുന്ന എനർജി മൊത്തം അതിൽ കണ്ടന്റ് അത് സംശയിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കാരണം ഭൂമിയുടെ ആഗോള താപനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന അമിത താപനത്തിന്റെ 90% ഉൾക്കൊള്ളുന്നത് സമുദ്രത്തിലാണ്, അല്ലെങ്കിൽ വലിച്ചെടുക്കുന്ന സമുദ്രത്തിലാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അമിതമായിട്ട് പുറപ്പെടുവിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ 25 മുതൽ 30% ഭാഗവും സാംശീകരിക്കുന്നതും അതായത് ആഗിരണം ചെയ്യപ്പെടുന്നതും സമുദ്രങ്ങളിലാണ്. അപ്പം ഒരു കാലാവസ്ഥാ വ്യൂഹത്തെ നിലനിർത്തുന്നതിൽ സമുദ്രങ്ങൾക്ക് വലിയ പ്രാധാന്യവും പങ്കുമാണ് വഹിക്കുന്നത്. അപ്പോൾ ഇപ്പൊ സംഭവിക്കുന്നത്, പ്രത്യേകിച്ചും ലോക സമുദ്രങ്ങൾ തന്നെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. കരയും കടലും ചൂടാകുന്നതിന്, കരയും അതുപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷവും ചൂടാകുന്നതിനേക്കാൾ അതേ വേഗതയിൽ തന്നെ സമുദ്രങ്ങളും ചൂടാകുകയാണ്. സമുദ്രങ്ങൾ ചൂടാകുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു ഗ്രാം വെള്ളത്തെ ചൂടാക്കാൻ കൂടുതൽ എനർജി ഉൾക്കൊള്ളുന്നതുകൊണ്ട് അത് കൂടുതൽ ഡെപ്തിലേക്ക്, അതായത് ഉപരിതലത്തിൽ മാത്രമല്ല കൂടുതൽ ഡെപ്തിലേക്ക് ഈ ചൂട് വ്യാപിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ അറബിക്കടലിനെ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തെ പറ്റി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ മഹാസമുദ്രം അതിവേഗം ദ്രുതഗതിയിലാണ് ചൂടായിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് സമുദ്ര മേഖലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, പസഫിക് അല്ലെങ്കിൽ അറ്റ്ലാന്റിക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രവും അല്ലെങ്കിൽ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഉൾപ്പെടുന്ന ഇന്ത്യൻ മഹാസമുദ്രം ചൂടാകുന്നത് ദ്രുതഗതിയിലാണ്. അതായത് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു 100 വർഷത്തിൽ മറ്റ് സമുദ്ര മേഖല പസഫിക്കും അറ്റ്ലാന്റിക്കും ഒക്കെ 7.6 ഡിഗ്രി സെൽഷ്യസ് ഇൻ 100 ഇയർ ചൂടായ സമയത്ത് അറബിക്കടലിൽ ചൂടായത് ഒരു 1.1 ഡിഗ്രി സെൽഷ്യസിനടുത്താണ്. അപ്പോൾ അതിൽ തന്നെ അറബിക്കടലിന്റെ ദ്രുതഗതിയിൽ ചൂടാകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വന്നു നിൽക്കുന്നത്. അപ്പം അത് ചൂടാകുന്നതിന്റെ പല പല പ്രത്യാഘാതങ്ങളാണ് പല രീതിയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അറബിക്കടലിലുണ്ടായ താപവർദ്ധനയാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ കാലാവസ്ഥാ കെടുതികൾക്ക് കാരണമെന്ന് ശാസ്ത്രജ്ഞൻ പറയുന്നു. തീവ്ര കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി വേനൽക്കാലത്ത് കടൽ കൂടുതൽ ചൂടുപിടിക്കുകയും വർദ്ധിച്ച തോതിൽ ബാഷ്പീകരണം സംഭവിക്കുകയും ചെയ്യുന്നത് മൂലം അതിതീവ്ര കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുകയും ഇതിന്റെ ഫലമായി കടുത്ത ചൂടും കനത്ത മഴയും അനുഭവപ്പെടുന്നു. ചെറിയ പ്രദേശത്ത് വലിയ അളവിൽ മഴ പെയ്യാനും ഇടയാകുന്നു. പ്രത്യേകിച്ചും അറബിക്കടൽ ചൂടാവുന്നതിന്റെ പാറ്റേൺ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, അറബിക്കടലിന്റെ തന്നെ തെക്ക് കിഴക്കൻ അറബിക്കടൽ അതിവേഗം ചൂട് പിടിക്കുകയാണ്. അതും ഉപരിതലം മാത്രമല്ല, അതിന്റെ ഡെപ്തിലേക്ക് ആ ചൂട് വ്യാപിക്കുകയാണ്. അപ്പൊ ഇതുകൊണ്ട് സംഭവിക്കുന്നത് രണ്ട് കാരണങ്ങളാണ് പ്രത്യേകിച്ചും പശ്ചിമ തീരത്ത് കാലാവസ്ഥാപരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇത് കാരണം കൂടുതൽ ചുഴലിക്കാറ്റുകളെ ഈ നമ്മുടെ തീരപ്രദേശം ഉത്പാദിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഓഖിക്ക് ശേഷം ഒന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പശ്ചിമ തീരത്തിന് ചേർന്നുകൊണ്ട് ധാരാളം ചുഴലിക്കാറ്റുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓഖിക്ക് മുമ്പ് തന്നെ അത് തുടങ്ങിയതാണ്. മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പൊക്കെ ആയിട്ട് അശോഭ, ബുറേവി, ടോക്ടെ,
എന്ന് പറയുന്ന ഇപ്പം ബുറേവി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഉണ്ടായ ചുഴലിക്കാറ്റാണ്. അപ്പം ഇത്തരത്തിൽ ധാരാളം ചുഴലിക്കാറ്റുകൾ അറബിക്കടലിൻ്റെ തെക്ക് കിഴക്കൻ അറബിക്കടലിൽ രൂപം കൊണ്ട് വടക്കോട്ട് നീങ്ങുന്ന പാറ്റേണിലേക്ക് മാറുന്നതിൻ്റെ പ്രധാന കാരണം അറബിക്കടലിൽ ദ്രുതഗതിയിൽ ചൂടാകുന്നതാണ്. അത് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്, ഈ തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്താണ് ഇത് കാരണം കൂടുതൽ മേഘരൂപീകരണം. ഇവിടെ ഉണ്ടാകുന്ന മേഘങ്ങളുടെ ഘടനയിൽ വലിയ മാറ്റങ്ങളാണ് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ചെറിയ വലുപ്പത്തിൽ അല്ലെങ്കിൽ ചെറിയ കട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു മേഘങ്ങൾ, ഒരു 5-6 കിലോമീറ്റർ വരെ ഉയരത്തിലുണ്ടായിരുന്ന മേഘങ്ങൾ ഇപ്പോൾ വലിയ കട്ടിയിലുള്ള കൂമ്പാരമേഘങ്ങളായിട്ട് മാറുന്ന ഒരു പ്രവണത കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം കൂമ്പാരമേഘങ്ങൾ കൂടുതൽ പ്രദേശത്തിലേക്ക് വ്യാപിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് 10 കിലോമീറ്റർ താഴെയുള്ള മേഘങ്ങൾ ഇപ്പോൾ 12 കിലോമീറ്ററും 14 കിലോമീറ്ററുമായിട്ട് വളരുന്നതോടൊപ്പം തന്നെ അത് കൂടുതൽ ഏരിയയിലേക്ക് വ്യാപിക്കുന്നതും അതോടൊപ്പം തന്നെ പല മൺസൂൺ കൂടുതൽ സജീവമാകുന്ന കാലഘട്ടത്തിൽ ഈ മേഘങ്ങൾ കൂടുതൽ കരയിലേക്ക് എത്തിച്ചേരുന്നതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥാ സംഭവങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലും മറ്റും ഉണ്ടാകുന്നത്. അത് പ്രധാനമായിട്ടും ഇത്തരം മിനി ക്ലൗഡ് ബസ്റ്റ്, ലഘു മേഘ വിസ്ഫോടനത്തിൻ്റെ ഗണത്തിൽപ്പെടുന്ന മഴയാണ് നമുക്ക് പശ്ചിമഘട്ടത്തിൽ കഴിഞ്ഞ 5-6 വർഷമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കാരണമാണ് പല മേഖലകളിലും ഈ പറഞ്ഞ പോലെ ഉരുൾപൊട്ടലുകളും അതുപോലെ തന്നെ ഫ്ലാഷ് ഫ്ലഡും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇതിനോടൊപ്പം തന്നെയാണ് ഇപ്പം പ്രാദേശികമായിട്ടുള്ള കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ പ്രാദേശികമായിട്ടുള്ള ഘടകങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഉരുൾപൊട്ടലുകളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ മൂലകാരണം, കൂടുതൽ ഫ്രീക്വൻ്റ് ആകാനുള്ള മൂലകാരണം എന്ന് പറയുന്നത് കാലാവസ്ഥയിലുണ്ടായ ഈ മാറ്റം തന്നെയാണ്. അതോടൊപ്പം തന്നെ പ്രകൃതിയിൽ മനുഷ്യൻ വരുത്തുന്ന മാറ്റങ്ങൾ, അതായത് മോണോകൾച്ചർ രീതിയിലേക്ക് മാറുന്നതും അതോടൊപ്പം തന്നെ വലിയ നേറ്റീവായിട്ടുള്ള വൃക്ഷങ്ങൾ വെട്ടിമാറ്റി വേരുകൾ അധികമില്ലാത്ത വൃക്ഷങ്ങൾ കൃഷി രീതികളിലേക്ക് അല്ലെങ്കിൽ പ്ലാന്റേഷൻ രീതിയിലേക്ക് പോകുന്നതും ഒരു പരിധിവരെ. നമ്മളിപ്പം അതിന് ചെയ്യാവുന്ന ഒരു മാർഗം, പണ്ട് കാലത്ത് ഏലകൃഷി അല്ലെങ്കിൽ മറ്റുള്ള നാണ്യവിളകൾ കൃഷി ചെയ്യുമ്പോൾ അവിടെയുള്ള വലിയ മരങ്ങളൊന്നും വെട്ടി നശിപ്പിക്കാത്ത രീതിയിലുള്ള കൃഷി സമ്പ്രദായത്തിലേക്ക് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് ആ രീതിയിലാകണം. കാരണം ഈ വലിയ മരങ്ങളുടെ വേരുകളാണ് മേൽമണ്ണിനെ അടിപ്പാറയുമായിട്ട് പിടിച്ചു നിർത്തുന്ന ഒരു ഘടകം. അപ്പം കൂടുതലും ഈ സോയിലിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ലാൻഡ് സ്ലൈഡും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം ആ രീതിയിൽ ഉള്ള മാറ്റങ്ങൾ ഒരുപക്ഷെ ഇതിനെ അഗ്രവേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉരുൾപൊട്ടലുണ്ടായിക്കഴിഞ്ഞാൽ പ്രളയജലം ഇറങ്ങി വന്ന് പരന്നു പോകാനുള്ള മാർഗം അടച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ പലപ്പോഴും ചെയ്യാറുണ്ട്. അപ്പോൾ 1-2, കാരണം നമ്മുടെ പ്രദേശത്ത് കണ്ടുവരുന്നത് മൺസൂൺ മഴയിലുള്ള ആ ഒരു വ്യതിയാനം, ആ ഒരു വേരിയബിലിറ്റി വളരെ കൂടുതലാണ്. ഇപ്പം കഴിഞ്ഞ മെയ് മാസം വരെ നമ്മൾ പല ചർച്ചയിലും പറഞ്ഞ കൂടുതൽ ഉഷ്ണതരങ്ങളെയും ഡ്രൗട്ടിനെയും പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നാണ്യവിളകളെല്ലാം കരിഞ്ഞു പോകുന്ന അവസ്ഥയെ പറ്റിയാണ് 2 മാസം മുമ്പ് സംസാരിച്ചത്. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ അതേ സ്ഥലത്ത് തന്നെ നമ്മൾ ഫ്ലഡിനെ കുറിച്ച് സംസാരിക്കുന്നതായിട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെ മണ്ണിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നു, കാലാവസ്ഥാപരമായിട്ടുള്ള മാറ്റങ്ങൾ മണ്ണിന് വരുത്തുന്നുണ്ട്. വലിയ മഴ വീഴുന്ന സമയത്ത് ജൈവാംശം കൂടുതലുള്ള മണ്ണ് മുഴുവൻ കുത്തിയൊലിച്ചു പോകുന്നു. അപ്പം അവിടെ വീണ്ടും മഴ വരാത്ത സമയത്ത് കൂടുതൽ വരൾച്ചയിലേക്ക് മാറാനുള്ള കാരണമാകുന്നു. ഇത്തരത്തിൽ കാലാവസ്ഥാപരമായിട്ട് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനോട് നമ്മുടെ പശ്ചിമഘട്ട മലമേഖലകൾ റെസ്പോണ്ട് ചെയ്തേണ്ടതായിട്ടുണ്ട്. അതിനനുസരിച്ച് മാറുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ചുറ്റുപാടുകളും നമ്മൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കൃഷി രീതികളും മറ്റും പണ്ട് കാലത്ത് കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതിയാണ്. അപ്പം വേനൽക്കാലത്ത് ജലം സംഭരിച്ച് വെക്കുന്ന തരത്തിലും അതോടൊപ്പം മഴക്കാലത്ത് ഈ വെള്ളത്തെ കൂടുതൽ തടഞ്ഞു നിർത്തി സ്വാഭാവികമായിട്ടുള്ള ഒരു ക്രമീകരണ സംവിധാനം ഒക്കെ നിലനിന്നിരുന്നു നമ്മുടെ കാർഷിക മേഖലയിൽ. അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു കാർഷിക സമ്പ്രദായത്തിലേക്ക് നമ്മൾ ഈ മാറുന്ന കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ തരത്തിൽ നമ്മൾ കൃഷി രീതിയിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ തരത്തിൽ നമ്മൾ പ്രകൃതിയെ കൂടുതൽ സജ്ജമാക്കിക്കൊണ്ട് മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ആഗോള തലത്തിലും പ്രാദേശിക അടിസ്ഥാനത്തിലും റീജിയണലായിട്ടും ഉണ്ടാകുന്ന, അതായത് പ്രത്യേകിച്ചും അറബിക്കടലിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളോട് നമ്മൾ പൊരുത്തപ്പെടണമെങ്കിൽ നമ്മൾ വീണ്ടും നമ്മുടെ പ്രകൃതിയെ അതിനനുസരിച്ച് നമ്മൾ മാറ്റുക. അതായത് പശ്ചിമഘട്ടത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും എല്ലാവരും മാറി നിൽക്കണമെന്നുള്ളതല്ല. 2018 2019 പ്രളയങ്ങളും കേരളത്തിലുണ്ടാകുന്ന മുഴുവൻ ദുരന്തങ്ങളും മനുഷ്യനിർമ്മിതമെന്ന് പറയുന്ന പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ വയനാട്ടിലെ ദുരന്തത്തെയും ഗാഡ്ഗിൽ വിശേഷിപ്പിച്ചത് മനുഷ്യനിർമ്മിത ദുരന്തമെന്നാണ്. എന്നാൽ
വയനാട്ടിലെ ഉരുൾപൊട്ടൽ മനുഷ്യനിർമ്മിതമെന്ന മാധവ് ഗാഡ്ഗിലിന്റെ അഭിപ്രായത്തെ പൂർണ്ണമായും തള്ളുകയാണ് ഉരുൾപൊട്ടലിനെ കുറിച്ച് പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ദേശീയ ഭൗമശാസ്ത്ര കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ജോൺ മത്തായി. ഉരുൾപൊട്ടൽ മനുഷ്യൻ ഉണ്ടാക്കിയതല്ല. പക്ഷേ ഉരുൾപൊട്ടലിന് ശേഷമുള്ള ഈ സൈഡ് ഒലിപ്പ് വന്നപ്പോൾ മനുഷ്യൻ അവിടെ താമസിച്ചു. വന്ന വെള്ളം മനുഷ്യനാണോ എന്താണുള്ളത് നോക്കാതെ അതിനെ കൊണ്ടുപോയി. അങ്ങനെയാണ് ഇവിടെ ഇത്രയും കാഴ്ചയായിട്ട്. ഇനി നമുക്ക് പെട്ടിമുടി നോക്കുകയാണെങ്കിൽ പെട്ടിമുടി ഉരുൾ പൊട്ടിയ സ്ഥലം മനുഷ്യന് ഒന്നും ചെയ്യാത്ത സ്ഥലമാണ്. അത് പക്ഷെ താഴോട്ട് ഒഴുകി വന്ന് ഒരു ചാലിൽ കൊള്ളുന്നതിൽ കൂടുതൽ മെറ്റീരിയൽ വന്നപ്പോൾ അത് കവിഞ്ഞൊഴുകി ലയത്തിലേക്ക് പോകും. ആ ലയം ഒരു 2-3 ലയം കൊണ്ടുപോയി. അങ്ങനെയാണ് അവിടെ അത്രയും ആൾക്കാർ മരിച്ചത്. കാരണം ഇപ്പൊ ഉള്ള പണ്ടത്തെ മഴയുടെ പാറ്റേൺ അല്ല ഇപ്പൊ ഉള്ള മഴയുടെ പാറ്റേൺ. നമ്മൾ ഒരു ദിവസം ഇടുക്കിയിൽ 20 സെന്റിമീറ്റർ മഴ പെയ്തു. പണ്ടാണെങ്കിൽ 20 സെന്റിമീറ്ററും പെയ്യുന്ന 24 മണിക്കൂറും ഉണ്ടായിരുന്നു. ഇപ്പൊ അതല്ല. ഇത് ഓരോ സ്പെല്ലുകൾ ഇങ്ങനെ വരും. ഒരു 3 മണിക്കൂറിന്റെ ഒരു അതിശക്തമായ ഒരു സ്പെല്ല്, പിന്നെ ഇച്ചിരി ഡ്രൈനെസ് വന്നിട്ട് അടുത്ത ഒരു വലിയൊരു സ്പെല്ല്. 3 മണിക്കൂർ കൊണ്ട് ഈ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 15 സെന്റിമീറ്റർ മഴയാണ് പെയ്തത്. അതൊരു ഘടകമായിട്ട് തോന്നുന്നു. മഴയുടെ അളവും സ്വാധീനവും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഓരോ പ്രദേശത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. വയനാട്ടിൽ പെയ്ത പോലുള്ള അതിതീവ്ര മഴ കേരളത്തിന്റെ ഏത് പ്രദേശത്ത് പെയ്താലും ദുരന്തമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓരോ പ്രദേശത്തിന്റെയും ഭൂപ്രകൃതിക്ക് അനുസരണമായി ദുരന്തമേൽപ്പിക്കുന്ന ആഘാതത്തിന് വ്യത്യാസം ഉണ്ടാകുമെന്നേ ഉള്ളൂ. നമ്മുടെ ഇവിടെ പെയ്യുന്ന മഴയുടെ സ്വഭാവം അതിലും വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. തീവ്ര മഴ സ്വഭാവത്തിലേക്ക് മാറുന്നതുകൊണ്ട് ഒരു ദിവസം പെയ്യേണ്ട മഴ ഒരു മണിക്കൂറിൽ കേന്ദ്രീകരിച്ച് പെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ വരുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ഓരോ പ്രദേശത്തെയും മണ്ണിന് ഏതെല്ലാം മഴ താങ്ങാനുള്ള കെൽപ്പുണ്ട് എന്നുള്ളത് ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് അത്യന്തം ഉപകാരപ്രദമായിരിക്കും. കാരണം നമ്മളുടെ കേരളത്തെ മൊത്തം വാർഡ് തലത്തിൽ വിഭജിച്ചിട്ട് പ്രത്യേകിച്ച് ഈ പശ്ചിമഘട്ട മലനിരയോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലെ മണ്ണ് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അതിനകത്ത് എത്രമാത്രം മഴ പെയ്തു കഴിഞ്ഞാൽ അപകട സാധ്യത ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു കൃത്യമായ ഒരു ചിത്രം നമ്മൾ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യുന്നത് അത്യന്തം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഓരോ പ്രദേശത്തും പെയ്യുന്ന മഴ പൊതുവിൽ നമ്മളൊരു ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള മഴ മുന്നറിയിപ്പാണ് കൊടുക്കുന്നതെങ്കിലും ആ ജില്ലയിൽ തന്നെ ചില പ്രദേശങ്ങളിൽ ആ മഴയ്ക്ക് വലിയ ആഘാതം സൃഷ്ടിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മിതമായ മഴ മാത്രം പെയ്താൽ തന്നെയും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട്. ഉദാഹരണത്തിന് 4-5 ദിവസങ്ങൾ തുടർച്ചയായിട്ട് മിതമായ രീതിയിൽ മഴ കിട്ടിയാൽ പോലും പിന്നീട് ചെറുതായിട്ട് ഒരു ശക്തി കൂടിയ മഴ കിട്ടിയാൽ അവിടെ ആ മണ്ണ് ഇളകി ഉരുൾപൊട്ടൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ഒരു പശ്ചാത്തലത്തിൽ ഓരോ പ്രദേശത്തെയും ചെറിയ ചെറിയ മേഖലകളായി തിരിച്ചുകൊണ്ട് അതാത് പ്രദേശത്തിൻ്റെ ഭൂമിയുടെ മഴ താങ്ങാനുള്ള കഴിവ് എത്രയാണ് എന്ന് തിട്ടപ്പെടുത്തി നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കുകയും അതാത് പ്രദേശത്തെ തദ്ദേശവാസികൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവും അവബോധവും സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഓരോരോ പഞ്ചായത്ത് തലത്തിലും മഴ അളക്കാനുള്ള സംവിധാനം ഒരുക്കേണ്ടതും അത്തരം മഴ അറിവുകൾ ഇത്തരം ഡാറ്റാബേസുമായിട്ട് കമ്പയർ ചെയ്തിട്ട്, അതായത് നമ്മളുടെ ഈ പ്രദേശത്തേക്ക് വേണ്ട അപകട ലിമിറ്റിലുള്ള മഴ പെയ്തോ എന്നുള്ള അറിവ് നമ്മൾ ആ അറിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതാത് പ്രദേശത്തെ ജനങ്ങളെ, തദ്ദേശീയരായ ജനങ്ങളെ അലർട്ട് ചെയ്യാനും അത്തരം ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനുമുള്ള ഒരു പദ്ധതി നമ്മൾ തയ്യാറാക്കാം. ഒരേ സമയം മഴ അളവുകൾ, അതേസമയം ഒരു ബേസിക്കലി ഓരോ പ്രദേശത്തിൻ്റെയും ഡാമേജ് കോസിങ് പൊട്ടൻഷ്യൽ ഓഫ് ദ സോയിൽ, ആ റെയിൻഫോളിന് എത്ര റെയിൻഫോൾ പെയ്തു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ഡാമേജ് ഉണ്ടാവാം എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് ഒരു അറിവ് ജനങ്ങൾക്ക് കൊടുക്കുകയും അത്തരം മഴ പെയ്യുന്നുണ്ടോ എന്ന് നിരന്തരം നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് അനുപേക്ഷണീയമായിട്ടുള്ളത്. കരിങ്കൽ ഖനനവും റിസോർട്ട് നിർമ്മാണവും വയനാട്ടിലെ ഉരുൾപൊട്ടലിന് കാരണമെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. ഇത്തരം ആരോപണങ്ങളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? കടുത്ത പരിസ്ഥിതി പ്രവർത്തകരുണ്ട്, നമ്മുടെ പരിസ്ഥിതി തീവ്രവാദികൾ നമുക്ക് പറയാം. അവരാണ് ഇതിന്റെ പുറകിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ക്വാറിയെ കുറിച്ച് ഞാൻ ഈ ഒരു വിഷയം വന്നപ്പോൾ ക്വാറിയെ കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഉള്ള അനുമതിയുള്ള ക്വാറികളെല്ലാം നടക്കുന്നതിന് അവർ കുഴിക്കുന്ന ഡെപ്തിന് നിയന്ത്രണമുണ്ട്, അതിന്റെ ഡയമീറ്ററിന് നിയന്ത്രണമുണ്ട്, ഒരു കുഴിയിൽ ഇടാവുന്ന ചാർജിന്
നിയന്ത്രണമുണ്ട്, ഉപയോഗിക്കുന്ന ബ്ലാസ്റ്റിംഗ് മെത്തേഡിന്റെ നിയന്ത്രണമുണ്ട്. കാരണം ഇതൊക്കെ ഈ ഡയറക്ടർ ജനറൽ ഓഫ് മൈൻ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികളാണ്. പണ്ടത്തെ പോലെ അല്ല. അപ്പൊ ആ രീതിയിൽ ഈ ക്വാറികൾ പ്രവർത്തിക്കുന്നുള്ളൂ. അവർ അങ്ങനെയുള്ള ക്വാറികളുടെ തന്നെ നിങ്ങൾ ഒന്ന് പരിശോധിക്കുക, അവരുടെ ഓഫീസും മറ്റുമൊക്കെ ആ ക്വാറിയുടെ പ്രമിസസിൽ തന്നെയാണുള്ളത്. അതിനൊന്നും ഒരു പൊട്ടലോ ഒന്നും വന്നിട്ടില്ലല്ലോ. പിന്നെ ഈ വലിയൊരു ഉരുൾപൊട്ടല് പ്രേരിപ്പിക്കുന്ന ഇതാണ് ആക്ച്വലി ഗ്രൗണ്ട് വൈബ്രേഷൻ ആണല്ലോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പിന്നെ എയർ ബ്ലാസ്റ്റ്, ഗ്രൗണ്ട് വൈബ്രേഷൻ, വൈബ്രേഷൻ സ്റ്റഡി ചെയ്തിട്ട് സാധാരണ ഈ ഒരു വീക്കിൽ 10-12 ഹോൾ ഒരുമിച്ച് പൊട്ടിക്കുവാണെങ്കിലും ഒരു 60 മുതൽ 70 മീറ്റർ അകലത്തിലേക്കേ ഉള്ളൂ ഈ പെർമിസിബിൾ ലെവലിന്റെ താഴെ വരും. 60 മീറ്റർ കഴിഞ്ഞാൽ പെർമിസിബിൾ ലെവൽ എന്ന് പറഞ്ഞാൽ 15 millimeter/second എന്നങ്ങാണ്ട അതിന്റെ ഇത്. നമുക്ക് ഇതിന്റെ വൈബ്രേഷൻ സ്റ്റഡിയുടെ മൊത്തം നോക്കിയിട്ട് ഇതിന്റെ ഫുൾ ഇമ്പാക്ട് ഒരു 250 മീറ്റർ കഴിയുമ്പോൾ ഒരു ഇമ്പാക്റ്റും ഇല്ല, ഒരു വൈബ്രേഷനും ഇല്ല. അപ്പൊ നമുക്ക് ഈ ഉരുൾ പൊട്ടിയ സ്ഥലത്ത് നിന്ന് ഒരു 1/2 കിലോമീറ്ററിന് അകലെ ഒരു ക്വാറി ഉണ്ടെങ്കിൽ അവനെ നമുക്ക് 10 കിലോമീറ്റർ 5 കിലോമീറ്റർ അകലെയുള്ള ക്വാറിയാണ് ഈ ഇവിടുത്തെ ഉരുൾപൊട്ടലിന് കാരണമെന്ന് പറയുന്നതിന് ഒട്ടും യോജിക്കാനൊക്കത്തില്ല, അത് തെറ്റാണ്. ഇനി റിസോർട്ടുകാർ പൊതുവെ സീനിക് ബ്യൂട്ടി ഉള്ള സ്ഥലത്ത് അവർ റിസോർട്ട് വയ്ക്കും. സീനിക് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു മലയുടെ കുന്നിന്റെ മുകൾ ഭാഗത്തോ നല്ല വ്യൂ കിട്ടുന്ന സ്ഥലം നോക്കി ചെയ്യും. അത് സ്റ്റേബിൾ ആണെന്ന് മാത്രം നോക്കിയാൽ മതി. അവരെങ്ങനെയാണ് ഉരുൾപൊട്ടൽ പ്രേരിപ്പിക്കുന്നത്? അപ്പൊ അവരുടെ ആക്ടിവിറ്റി, അവർ വെള്ളം എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടോ, അത് മണ്ണിടിക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. അവരുടെ നിർമ്മാണ സമയത്ത് തന്നെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാമല്ലോ. അത് എന്റെ നോട്ടത്തില് റിസോർട്ടുകാരുടെ ആക്ടിവിറ്റി ഉരുൾപൊട്ടലിനെ പ്രേരിപ്പിക്കുന്നതാണോ എന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്യണം. വെറുതെ ബ്ലാങ്കറ്റ് ആയിട്ട് ക്വാറികളെല്ലാം നമുക്ക് വേണ്ട, റിസോർട്ടുകളൊന്നും വേണ്ട എന്ന് പറയരുത്. കേരളത്തിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള കെടുതികൾ ഉണ്ടാകുമ്പോൾ ആദ്യം കുറ്റവിചാരണ നടത്തുന്നത് നിർഭാഗ്യവശാൽ കെടുതിക്ക് ഇരയായ ആളുകളെ തന്നെയാണ്. ഇരകളെ കുറ്റവാളികളായി ചിത്രീകരിച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങൾക്കും പ്രസ്താവനകൾക്കും പിന്നിൽ പരിസ്ഥിതി സ്നേഹമാണോ? വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെയും ദുരന്തത്തിൻ്റെയും പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതും ആരാണ് ഇതിന് ഉത്തരവാദികളെന്നും ഇതിൽ മനുഷ്യൻ മനഃപൂർവ്വം പ്രകൃതിയിൽ നടത്തിയ എന്തെങ്കിലും ഇടപെടലുകൾക്ക് ഈ ദുരന്തത്തിൽ പങ്കുണ്ട് എന്നുമുള്ള വളരെ വലിയ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൗർഭാഗ്യവശാൽ ഈ ദുരന്തമുഖത്തും ഈ ദുരന്തത്തിനിരയായ ആളുകൾ എന്തോ വലിയ പാതകം ചെയ്തു, അല്ലെങ്കിൽ മലയോര മേഖലയിൽ ജീവിക്കുന്ന ആളുകൾ എന്തോ വലിയ പാതകം ചെയ്തിട്ടാണ് ഈ ദുരന്തമുണ്ടായത് എന്ന തരത്തിലുള്ള ഇതിൻ്റെ ഇരകളെ തന്നെ വേട്ടക്കാരാക്കി ചിത്രീകരിക്കുന്ന ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടൽ അതിൻ്റെ അടിസ്ഥാന കാരണം അതിതീവ്ര മഴ പെയ്തു എന്നുള്ളതാണ്. കേരളത്തിലെ നിരവധിയായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരും ജിയോളജിസ്റ്റുമൊക്കെ ഈ ഒരു വസ്തുത അടിവരയിട്ട് പറയുന്നുമുണ്ട്. എങ്കിലും അതല്ല, അവിടെ ആളുകൾ ജീവിച്ചതുകൊണ്ടാണ് ഈ പ്രശ്നമുണ്ടായത്, അല്ലെങ്കിൽ അവർ നടത്തിയ മറ്റിടപെടലുകൾ, കൃഷിയും ഭവനത്തിന് ജീവിക്കാൻ ആവശ്യമായ വീട് പണിയും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഉരുൾപൊട്ടലുണ്ടായത് എന്ന് പറയുന്ന ഒരു വിഭാഗവുമുണ്ട്. ഇപ്പോൾ വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി, ഉരുൾപൊട്ടലുണ്ടായത് ജനവാസ കേന്ദ്രത്തിലല്ല. ജനവാസ കേന്ദ്രത്തിൽ നിന്നും 4-5 കിലോമീറ്റർ മാറി ഉൾവനത്തിൽ പൊട്ടിയ ഉരുളാണ് കിലോമീറ്ററുകളോളം താഴേക്ക് ഒലിച്ചു വന്ന് മുണ്ടക്കൈ എന്ന ഒരു ഗ്രാമത്തെ പൂർണ്ണമായും തുടച്ചു മാറ്റിക്കൊണ്ട് പോയത്. അപ്പോൾ എന്തുകൊണ്ട് ഇതുണ്ടാവുന്നു? അതിതീവ്ര മഴ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഫലമാണ്. അപ്പോൾ അതിതീവ്ര മഴ ഉണ്ടാവാതിരിക്കണമെങ്കിൽ അതിനുള്ള പരിഹാരം കാലാവസ്ഥ വ്യതിയാനത്തെ ഫലപ്രദമായി ചെറുക്കുക എന്നുള്ളതാണ്. കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ അടിസ്ഥാന കാരണം അനിയന്ത്രിതമായിട്ടുള്ള കാർബൺ എമിഷനാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡി 2021 റിപ്പോർട്ട് പ്രകാരം ഒരു ശരാശരി മലയാളിയുടെ കാർബൺ ഉത്സർജനം വെറും 0.33 ടണ്ണ് മാത്രമാണ്. ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റേത് 2.8 ടണ്ണും ആഗോള ശരാശരി 6.8 ടണ്ണുമാണ്. അമേരിക്ക അടക്കമുള്ള വികസിത രാജ്യങ്ങളുടെ ശരാശരി 15 ടണ്ണിന് മുകളിലാണ്. ഒരു മലയാളിയുടെ ശരാശരി കാർബൺ ഉത്സർജനത്തിൻ്റെ 10-20 ഇരട്ടി, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ്റെ 7-8 ഇരട്ടി കാർബൺ ഉത്സർജനം പുറത്തുവിട്ടുകൊണ്ട് ജീവിതത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന ഒരു വികസിത രാജ്യങ്ങളിലെ ജനങ്ങൾ അവർ ചെയ്തു കൂട്ടുന്ന, അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന സുഖസൗകര്യത്തിൻ്റെ പാപഭാരം കേരളവും ഇന്ത്യയും അടക്കമുള്ള വികസ്വര രാജ്യങ്ങളിലെ
ഗതികെട്ട ജനതയുടെ പുറത്തേക്ക് തള്ളിവിടുന്ന ഒരു ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. മരം വെച്ചതുകൊണ്ട് മാത്രം തീരുന്ന ഒരു പ്രശ്നമല്ല ഈ ആഗോളതാപനം. ആഗോളതാപനം എന്നത് കാർബൺ ഉത്സർജനം മൂലമുണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് കുറയ്ക്കണമെങ്കിൽ കാർബൺ ഉത്സർജനം കുറയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ. വികസനം എന്ന് പറയുമ്പോൾ അത് അടിസ്ഥാനപരമായിട്ട് കാർബൺ ഉത്സർജനമാണ്. ഒരു അമേരിക്കക്കാരന് ശരാശരി 4 കാറുകളുണ്ട്. ഒരു ഇന്ത്യക്കാരന് ഇന്ത്യയിൽ 1000 പേർക്ക് 250 കാറേ ഉള്ളൂ. അപ്പോൾ ഒരു വീട്ടിൽ 4 കാറും 4 AC-യുമായിട്ട് എല്ലാവിധ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കുമ്പോൾ അതിനനുസരിച്ച് കാർബൺ ഉത്സർജനം കൂടും. എന്നാൽ ഇങ്ങേ തലയ്ക്കൽ വികസ്വര രാജ്യങ്ങളിൽ, ഇന്ത്യ അടക്കമുള്ള വികസ്വര രാജ്യങ്ങളിൽ അടിസ്ഥാന മനുഷ്യാവശ്യമായ വീടും വസ്ത്രവും പോലും ഇല്ലാത്ത ആളുകൾ ജീവിക്കുന്നു. അവർ വീടും വസ്ത്രവും നേടാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ ഉത്സർജനവും അമേരിക്കയിലും യൂറോപ്പിലും അടക്കം ആളുകൾ ജീവിത സൗകര്യത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്നുകൊണ്ട് അനുഭവിക്കുന്ന സൗകര്യങ്ങളും അത് പുറത്തുവിടുന്ന കാർബൺ എമിഷൻ തമ്മിൽ താരതമ്യം ചെയ്യരുത്. പെർ ക്യാപിറ്റ കാർബൺ എമിഷൻ എന്ന കോൺസെപ്റ്റിലേക്ക് നീങ്ങിക്കൊണ്ട് അത് കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ വികസിത രാജ്യങ്ങൾ എടുക്കണം എന്ന് പറയാനുള്ള ആർജവം ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഉണ്ടാവണം. അല്ലാതെ വയനാട്ടിലും ഇടുക്കിയിലും അതുപോലെ മറ്റ് മലയോര മേഖലയിലും ഗതികേട് കൊണ്ട് ഈ പറയുന്ന അതീവ ദുർഘടമായ സ്ഥലത്ത് ജീവിക്കുന്ന മനുഷ്യരാണ് ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണമെന്ന രീതിയിലുള്ള കുറ്റപ്പെടുത്തൽ ഒഴിവാക്കണമെന്നാണ് കിഫയ്ക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. പശ്ചിമഘട്ടത്തിൽ പരിസ്ഥിതി നാശം ഉണ്ടാക്കുന്നത് മലയോരത്തെ കർഷകരാണ് എന്നു പറയുന്നവരോട് ആരാണ് നാശത്തിന്റെ ഉത്തരവാദികൾ എന്നു പറയാൻ അവരെ തുറന്നു കാട്ടുവാനും മലയോരത്തെ കർഷകർ നിർബന്ധിതരായിരിക്കുകയാണ്. വർഷങ്ങളായുള്ള കുറ്റപ്പെടുത്തലുകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുകയാണ് നമ്മുടെ കർഷക സമൂഹം. പങ്കാളിത്ത രാജ്യങ്ങൾ, സമ്പന്ന വ്യക്തിത്വങ്ങൾ ഈ ഭൂഗോളത്തിൽ സൃഷ്ടിക്കുന്ന മാലിന്യങ്ങൾ, അതിന്റെ ഉത്തരവാദിത്വം ദരിദ്ര രാഷ്ട്രങ്ങളിലെ ദരിദ്ര ജനത ഏറ്റെടുക്കണം, അതിന് ഞങ്ങൾ പ്രതിഫലം തരാം എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര വൻകിട ബിസിനസ് മൈൻഡിലേക്ക് മുതലാളിത്ത രാജ്യങ്ങൾ മാറിയതാണ് ഇതിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ധാരണയിലേക്ക് ലോകത്തിന് എത്താൻ കഴിയാത്തത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മുടെ പല നാടുകളിലും പണ്ട് കൂലിക്ക് ജയിലിൽ കിടക്കാൻ ആളുകളെ നമ്മൾ വാടകയ്ക്ക് എടുക്കുന്ന സിസ്റ്റം നിലനിന്നിരുന്നതായി കേട്ടിട്ടുണ്ട്. എന്നതുപോലെയാണ് സായിപ്പ് ഉണ്ടാക്കുന്ന മാലിന്യത്തിന്റെ ഉത്തരവാദിത്വം എന്റെ തലയിൽ കെട്ടിവെച്ച് എനിക്ക് ചെറിയൊരു പ്രതിഫലം തന്ന് അത് ഏൽപ്പിക്കുന്ന ഈ പ്രക്രിയ അല്ല ലോകത്ത് വേണ്ടത്. 800 കോടി ജനത സൃഷ്ടിക്കുന്ന മാലിന്യത്തിന്റെ അളവുകൾ കണ്ടെത്തണം, പരിസ്ഥിതി ഓഡിറ്റിംഗ് ഉണ്ടാവണം, ഗ്രീൻ ഓഡിറ്റിംഗ് ഉണ്ടാവണം. അതനുസരിച്ച് അമിതമായി ഉൽപ്പാദിപ്പിക്കുന്നവർ അത് നിയന്ത്രിക്കാനുള്ള സാഹചര്യത്തിലേക്ക് ലോകത്തെ കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അതിനൊന്ന് ഈ ഭൂമിയെക്കുറിച്ചും ഇവിടുത്തെ നിലവിലുള്ള മാലിന്യങ്ങൾ സംബന്ധിച്ചും അത് സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും ബോധമുള്ള ഒരു ജനത. കേരളത്തിലും നമ്മുടെ രാജ്യത്തും ഇന്ന് നടക്കുന്ന പരിസ്ഥിതി വാദത്തിന് പിന്നിൽ 90% പണസ്നേഹമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിലെ പച്ചപ്പിനെ ലക്ഷ്യം വയ്ക്കുന്ന പരിസ്ഥിതി ലോബി കാർബൺ ഫണ്ട് ദല്ലാളന്മാരോ വക്താക്കളോ ആണ്. വികസിത രാജ്യങ്ങൾ പുറന്തള്ളുന്ന പരിസ്ഥിതി മാലിന്യം പണം വാങ്ങി ശുദ്ധീകരിക്കാൻ മലയോരത്തെ വിൽക്കുന്ന ഭരണാധികാരികളും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും അവരുടെ വക്താക്കളും ഉണ്ടെങ്കിൽ, അവരുടെ പ്രചരണങ്ങൾ ഉണ്ടെങ്കിൽ ഏതു ദുരന്തവും മനുഷ്യ നിർമ്മിതമാക്കി മാറ്റാൻ എളുപ്പം കഴിയും. നമ്മൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത് മാധവ് ഗാഡ്ഗിൽ എന്നുള്ളതാണ്. ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉണ്ടാക്കിയത് പശ്ചിമഘട്ടത്തെ ജനങ്ങളെ കുറിച്ചുള്ള ആശങ്ക മൂലമാണോ? യഥാർത്ഥത്തിൽ എന്താണ്? യഥാർത്ഥത്തിൽ 2009 മുതൽ ഇന്ത്യ ഗവൺമെന്റ് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ പെടുത്താൻ വളരെയേറെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്തിനാണ് അങ്ങനെ ശ്രമിക്കുന്നത്? കൃത്യമായിട്ടും ഈ ആഗോളതാപനവുമായി ബന്ധപ്പെട്ട ഒരു അന്താരാഷ്ട്ര ഫണ്ട് സംബന്ധിച്ച് രൂപീകരിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു ധാരണ അക്കാലത്തെ ഉച്ചകോടികളിൽ രൂപപ്പെടുകയും വർഷം ഏതാണ്ട് 7 ലക്ഷം കോടി രൂപ ഇത്തരം ദരിദ്ര രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നതിന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഇത് പൈതൃക പട്ടികയിൽ പെടുത്തണമെന്ന ഗവൺമെന്റ് താല്പര്യമുണ്ടായത്. ആ താല്പര്യം ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് മുമ്പിൽ, യുനെസ്കോയ്ക്ക് മുമ്പിൽ വെക്കുകയും പൈതൃക പട്ടികയിൽ പെടുന്നതിന് വേണ്ട പല യോഗ്യത കുറവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് തള്ളുകയും ചെയ്തു. അതിനെ മറികടക്കുന്നതിനാണ് യുനെസ്കോയുടെ തന്നെ വലിയ അടുത്ത പ്രതിനിധിയായി നിൽക്കുന്ന മാധവ് ഗാഡ്ഗിലിനെ ഈ റിപ്പോർട്ട് ഉണ്ടാക്കാൻ നിർണയിക്കപ്പെട്ടത്. ഈ റിപ്പോർട്ട് ഈ പറയപ്പെടുന്ന സ്റ്റേറ്റുകളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല, ഈ ആളുകളുമായി സംവദിച്ചിട്ടില്ല.
ഫിസിക്കൽ ലെവലിൽ ഇതിന്റെ പരിശോധനകൾ നടത്തപ്പെട്ടിട്ടില്ല. വളരെ അടിയന്തരമായി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ റിപ്പോർട്ടുമായി ഇത് അവതരിപ്പിച്ചത് ഇന്ത്യൻ പാർലമെന്റിലോ കേരള നിയമസഭയിലോ അല്ല. ഇത് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ് അവതരിപ്പിച്ചത്. അപ്പോൾ പശ്ചിമഘട്ടത്തെ ജനങ്ങൾ പാലിക്കേണ്ടുന്ന മര്യാദകൾ പഠിപ്പിക്കേണ്ടത് റഷ്യയിലാണോ? അവിടെയാണ് വിപുലമായ അന്താരാഷ്ട്ര ഫണ്ട് മോഹിച്ച് ഒരു പാവപ്പെട്ട ജനതയെ വിൽക്കുന്ന, ബലി കൊടുക്കുന്ന ഈ ഒരു സാഹചര്യം നമുക്കുണ്ടായിട്ടുള്ളത്. ഇത് തന്നെയാണ് പണ്ട് നാട്ടുരാജാക്കന്മാരും ഈ വിദേശികളോട് കാണിച്ചത്. അതിലൂടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയത്. അതിന്റെ മറ്റൊരു വകഭേദമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആഗോളതലത്തിൽ ദുരന്തങ്ങളെ ആകെ വിലയിരുത്തുമ്പോൾ അതിനെല്ലാം കാരണം ആഗോള താപനത്തിന്റെ ഫലമായുള്ള കാലാവസ്ഥ വ്യതിയാനമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണം ഹരിതഗ്രഹ വാതകങ്ങളുടെ പുറന്തള്ളൽ മൂലമുള്ള കെടുതികളാണ്. വൻകിട രാജ്യങ്ങളും അവരുടെ സാമ്പത്തിക ശക്തികളും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ കൊണ്ട് കടൽ നിറഞ്ഞു. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് അടക്കമുള്ള ഹരിതഗ്രഹ വാതകങ്ങളെ വലിച്ചെടുത്ത് ഓക്സിജൻ പ്രദാനം ചെയ്യാൻ കടലിന്റെ ആവാസ വ്യവസ്ഥ തകർന്നതോടെ സമുദ്രങ്ങളാകെ അനിയന്ത്രിതമായി ചൂടുപിടിക്കുന്നു. അങ്ങനെ വായുമണ്ഡലവും കരമണ്ഡലവും ജലമണ്ഡലവും ഒന്നാകെ മലിനീകരിക്കപ്പെടുമ്പോൾ അനുഭവപ്പെടുന്ന അതിതീവ്രമായ കാലാവസ്ഥാ വ്യതിയാനത്തിന് നാം വിധേയരാകുന്നു. ഒരു കാലാവസ്ഥാ വ്യൂഹത്തെ സംബന്ധിച്ച് കടല്, അതായത് സമുദ്രം, അന്തരീക്ഷം, കരഭാഗം, അതോടൊപ്പം തന്നെ നമ്മുടെ ബയോസ്ഫിയർ, അതായത് ജൈവമണ്ഡലം, അതായത് കടല്, ജൈവമണ്ഡലം, ജലമണ്ഡലം, അതോടൊപ്പം തന്നെ ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന കരമണ്ഡലം, അറ്റ്മോസ്ഫിയർ, ഇതെല്ലാം ചേരുന്ന ആ മണ്ഡലങ്ങൾ ചേരുന്ന ഒരു സമഗ്രമായ ഒരു വ്യൂഹത്തെയാണ് നമ്മുടെ കാലാവസ്ഥാ വ്യൂഹം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാലാവസ്ഥാ വ്യൂഹത്തില് ഓരോ വ്യൂഹത്തിലുള്ള പ്രവർത്തനങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതായത് ഈ ഓരോ മണ്ഡലത്തിലൂടെയും പ്രധാനപ്പെട്ട ഒരു 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 ലിങ്ക് എന്ന് പറയുന്നത് ജലമണ്ഡലമാണ്. അതായത് ജലം ആണ് യഥാർത്ഥത്തിൽ സമുദ്രത്തിൽ നിന്നുള്ള പിണ്ഡമായി, മാസായാലും അല്ലെങ്കിൽ എനർജി ആയാലും ബാഷ്പീകരിക്കുന്നത് വഴി ജലബാഷ്പങ്ങൾ കരയിലെത്തി ഘനീഭവിച്ചാണ് മഴയായിട്ട് മാറുന്നത്. അപ്പൊ ഈ ഒരു സൈക്കിളിലൂടെ, അതായത് കടലിൽ നിന്നും ഉത്ഭവിക്കുന്ന നീരാവി, അത് നീരാവി ഉത്ഭവിക്കുന്ന സമയത്ത് കടലിൽ നിന്നും അതിന്റെ ലിംനതാപം, അതായത് ലേറ്റൻ ഹീറ്റ് സ്വീകരിച്ചുകൊണ്ടാണ് നീരാവിയായിട്ട് മാറുന്നത്. അപ്പൊ അത്രയും എനർജിയാണ് ഒരു ഗ്രാം ബാഷ്പം ഉണ്ടാകുമ്പോൾ അത് സാംശീകരിക്കുന്നത്. പിന്നീട് ബാഷ്പം ഉയർന്നു പൊങ്ങി തണുത്ത് ഘനീഭവിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് അത്രയും എനർജി അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്യപ്പെടുകയാണ്. അപ്പം ഈ ബാഷ്പീകരിക്കപ്പെടുന്ന ഈ നീരാവി ഒരുപക്ഷെ ഘനീഭവിക്കുന്നത് മറ്റൊരു സ്ഥലത്തായിരിക്കും, കരയിലെത്തിയിട്ടായിരിക്കും. അപ്പം ആ സമയത്ത് കടലിൽ നിന്നും എടുക്കുന്ന ആ ഒരു ഊർജ്ജത്തെയും കൂടെയാണ് മറ്റു സ്ഥലത്തിലേക്ക് അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. പിന്നീടാണ് അത് കരയിൽ വന്നിട്ട് വലിയ മഴയായിട്ട് മാറി നമ്മുടെ കരയിലെത്തി പർവ്വതങ്ങളിൽ തട്ടി താഴെ വന്ന് കുറെ ഭാഗം അത് സർഫസിലൂടെ റൺ ഓഫ് ആയിട്ട് അരുവികളിലൂടെ സമുദ്രത്തിൽ വീണ്ടും എത്തുന്നു. അതിൽ തന്നെ കുറെ ഭാഗം ഇൻഫിൽട്രേറ്റ് ചെയ്ത് ലാൻഡിൽ കൂടെ അബ്സോർവ് ചെയ്ത് അതും അടിയിൽ കൂടെ ഉള്ള ഒരു സബ്സർഫസ് ആയിട്ടുള്ള റൺ ഓഫിലൂടെ നദികളിൽ എത്തുന്നു. പിന്നീട് അത് കുറെ ഭാഗം ഇൻഫിൽട്രേറ്റ് ചെയ്ത് നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിലേക്ക് റീസ്റ്റോർ ചെയ്യപ്പെടുന്നു. അപ്പൊ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഈ വിവിധ മണ്ഡലങ്ങൾ തമ്മിലുള്ള, അത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വിവിധ മണ്ഡലങ്ങൾ തമ്മിലുള്ള പരസ്പര പൂരകമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ് നമ്മുടെ ഈ കാലാവസ്ഥാ വ്യൂഹം നിലനിന്നു പോകുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക്, ഇതിനെ നിലനിർത്തി പോകുന്ന അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ജലമണ്ഡലം ഉൾപ്പെടുന്ന സമുദ്ര മേഖലയാണ്. അതായത് സമുദ്രത്തെ ജലത്തിന്റെ 99% സമുദ്രങ്ങളിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് ജലമണ്ഡലമാണ്, ഈ പറഞ്ഞ പോലെ സമുദ്രങ്ങളാണ് കാലാവസ്ഥാ വ്യൂഹത്തെ നിലനിർത്തി പോകുന്നതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം അല്ലെങ്കിൽ ഒരു പങ്ക് വഹിക്കുന്നത്. ഭൂമിയിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടത് വികസിത രാജ്യങ്ങളും അവിടുത്തെ സാമ്പത്തിക ശക്തികളുമാണ്. വാസ്തവം ഇതായിരിക്കെ സാമ്പത്തിക ശക്തികൾ ഉണ്ടാക്കുന്ന വ്യവസായ മലിനീകരണത്തിന്റെ ദൂഷ്യ ഫലങ്ങൾ പരിഹരിക്കാൻ മൂന്നാം ലോക രാജ്യങ്ങളിലെ ആളുകളെ കൊണ്ട് പണം നൽകി വനവൽക്കരണം നടത്തി ഇരകളെ സൃഷ്ടിച്ചുകൊണ്ട് എന്ത് പ്രയോജനമാണ് നമുക്കുണ്ടാകുന്നത്? പണം വാങ്ങിയുള്ള വനവൽക്കരണം നടത്തുന്നതിന് കൂട്ടുനിൽക്കുന്ന ദല്ലാളന്മാരും ഗുണഭോക്താക്കൾക്കും വീണുകിട്ടുന്ന അവസരമായി ദുരന്തങ്ങൾ മാറരുത്. അതിന് സർക്കാരുകൾ കൂട്ടുനിൽക്കുകയും അരുത്.
നേരിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയവുമായി കാണും വരെ നമസ്കാരം.